കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ കഥകൾ കേട്ടും അനുഭവിച്ചും അറിഞ്ഞ അല്ലെങ്കിൽ പഠിച്ച ഒരു 7 പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ഒരു വെളിച്ചത്തിൽ, അതുമാത്രമല്ല ഓരോ കഥകൾ കേട്ടറിഞ്ഞ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണ് ഗുരുവായൂരപ്പൻ, എങ്ങനെയാണ് ഗുരുവായൂരപ്പ ഭക്തി എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ഭഗവാനെ വിളിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു തെളിവായിട്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ, പക്ഷെ അവർക്ക് മാത്രം അറിയുന്ന തെളിവായിരിക്കും. പുറമേക്ക് ഒരാൾക്കും അത് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ നല്ല ഭക്തർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അതായത് ഭഗവാൻ ഇങ്ങനെ ഒരു മിറാക്കിൾ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും ഒരു നല്ല ഭക്തരോട് പറയുകയാണെങ്കിൽ അവർക്കത് വിശ്വസിക്കാനും പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും അതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു നേച്ചർ അറിയുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മിറാക്കിളുകൾ വലിയ അത്ഭുതമായിട്ട് അങ്ങനെ തോന്നാറില്ല. അത് സ്വാഭാവികമാണ്. മിറാക്കിളുകൾ ഭഗവാൻ നടത്തുന്നതാണെന്നും തോന്നും. കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, നമ്മൾ യഥാർത്ഥ ഭക്തി ഭഗവാനോടുണ്ടെങ്കിൽ ഒരുപാട് മിറാക്കിളുകൾ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പൂന്താനത്തെ കളിയാക്കിയ സമയമുണ്ടല്ലോ, അദ്ദേഹത്തിന് വ്യാകരണമൊന്നും അറിയില്ല, സംസ്കൃതം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മേൽപ്പത്തൂർ കളിയാക്കിയല്ലോ പൂന്താനത്തിനെ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. അത് പൂന്താനത്തിന് വേണ്ടിയാണ്. അതായത് ഭക്തിയാണ്, പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എന്ന് പറഞ്ഞു. അതായത് ഭഗവാൻ എന്നും പ്രാധാന്യം കൊടുക്കുന്നത് ഭക്തിക്കാണ്. ആ ഭക്തി അത്രയുണ്ടോ അത്രയധികം അത്ഭുതങ്ങൾ ഭഗവാൻ കാണിക്കും. പിന്നെ വില്ലമംഗലം സ്വാമിയാരുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വില്ലമംഗലം സ്വാമിയാർ ഒരിക്കൽ ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഗുരുവായൂരപ്പൻ ഇല്ലയെന്ന്, ഗുരുവായൂരപ്പനെ കാണാനില്ല. പിന്നെ അറിഞ്ഞത് ഏതോ ഒരു ഭക്തൻ വിളിച്ചപ്പോൾ ഭക്തൻ്റെ വീട്ടിലേക്ക് കാണാൻ പോയിക്കാന്ന്. ഇങ്ങനെ ഒരു കഥ കേട്ടറിഞ്ഞതാണ്. അതായത് ഭക്തൻ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ ഭക്തൻ്റെ കൂടെ, ഭക്തൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തും. അത് എപ്പോഴും ഉണ്ടല്ലോ, തുണിയിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു വില്ലമംഗലം സ്വാമിമാരനെ കാണാൻ പറ്റുമെന്ന് കേട്ടിരുന്നല്ലോ. അതുപോലെ ഭക്തൻ വിളിക്കുകയാണെങ്കിൽ അവിടെ അപ്പം എത്തുമെന്നാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ. അത്ര ഇഷ്ടമാണ് ഭക്തരെന്നാണ് പറയുന്നത്. ഭക്തരുടെ ആ വിളി ഭഗവാനെ കേൾക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ളത് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ മനസ്സിൽ നല്ല ഭക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണെന്ന് എനിക്ക്. ആ ഭക്തി മതി ഭഗവാന്. ഉദാഹരണത്തിന് ഒന്നുമില്ലാത്ത ഒരാൾ ഒരു മഞ്ചാടിക്കുരു കൊണ്ട് കിട്ടിയപ്പോൾ അതും കൊണ്ട് ഭഗവാന് കൊണ്ടു കൊടുത്തു. നമുക്കറിയാലോ കുചേലൻ്റെ കഥ. നമ്മൾ നിറയെ കല്ലും ഒക്കെയുള്ള അവൽപ്പൊതി എടുത്തിട്ട് കൃഷ്ണന് കൊടുക്കണോ വേണ്ടേ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. പക്ഷേ കൃഷ്ണനത് വളരെ ഇഷ്ടമായി. അതാണ് ഏറ്റവും ഇഷ്ടമായത് ആ ഭക്ഷണം. അതായത് ഭക്തൻ കൊണ്ടുവരുന്ന എന്ത് ഭക്ഷണവും ഭക്തിയോടെ കൊടുക്കുകയാണെങ്കിൽ അതിൽ കല്ലുണ്ടോ മുള്ളുണ്ടോ അതെന്താണെന്നൊന്നും നോക്കാതെയാണ് കണ്ണം കഴിക്കുക. അതുപോലെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു ചെറിയ ധാന്യമാണെങ്കിലും ഒരു ചെറിയ മഞ്ചാടിയാണെങ്കിലും അത് തന്നെ കണ്ണന് പ്രാമുഖ്യമാണ്. എന്നാൽ വേറൊരാളുടെ പേര് കിട്ടാനായിട്ട് കണ്ണന് വലിയൊരു സ്വർണ്ണക്കിരീടം കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനേക്കാൾ ചിലപ്പോൾ കണ്ണന് പ്രിയം ഭക്തിയോടുകൂടി കൊടുക്കുന്ന ഒരു മഞ്ചാടിക്കുരു. എന്നാൽ ഈ സ്വർണ്ണക്കിരീടം കൊടുത്ത ആളെയും ഇഷ്ടമായിരിക്കും. അത് ഭക്തിയോടുകൂടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും കണ്ണന് ഈ സ്വർണ്ണക്കിരീടം കൊടുക്കുന്ന ആളും അതുപോലെ തന്നെ ഈ മഞ്ചാടിക്കുരു കൊടുക്കുന്ന ആളെയൊക്കെ ഒരുപോലെയാണ്. ഭക്തിയാണ് അവിടെ ഭഗവാന്റെ മുമ്പിലെ അളവുകോല്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഭഗവാന്റെ മായകൾ നമുക്ക് ലോജിക്കലായിട്ട് തോന്നില്ല. അതായത് ചില സമയത്ത് തോന്നും ഇതൊക്കെ ഉണ്ടായതാണോ. പക്ഷേ നമ്മൾ അനുഭവസ്ഥരായവർക്ക് അതറിയാം. പക്ഷേ കേൾക്കുന്നവർക്ക് അത് വിശ്വാസം വരില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തരാണെങ്കിൽ അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. കണ്ണൻ്റെ കളികൾ അങ്ങനെ തന്നെയാണ്, കണ്ണ് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാവും. അല്ലാത്തവർക്കാണെങ്കിൽ ചിലവർക്ക് ചില സംശയങ്ങളുണ്ടാവും. ഇതെന്തോ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ്, ഇതാ ഈ ലോകം എന്ന് പറഞ്ഞാൽ സയൻസാണ്, അപ്പോൾ സയൻറ്റിഫിക്കായ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ തെളിയിക്കാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ
ഉള്ള അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ അറിയാവുന്ന ഭക്തരോട് മാത്രം പറയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഗുരുവായൂരപ്പനെ പറ്റി അറിയുന്നവർ മാത്രമേ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പറ്റി കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രമേ ഇതിൽ സബ്സ്ക്രൈബ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് അപ്പോൾ ഡിസ്ലൈക്ക് അടിച്ച് പോകും. എനിക്ക് താല്പര്യമില്ല ഈ കഥ കേൾക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇതൊക്കെ സയൻറ്റിഫിക് ഒന്നുമല്ല. പക്ഷേ ഗുരുവായൂരപ്പ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തവർക്ക് അതൊരു ലോജിക്കലല്ലല്ലോ, ഇതൊക്കെ ഉണ്ടായതാണോ, അശരീരി കേട്ടോ എന്ന് പറയുന്നത് അത് സത്യമാണോ, അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ഭഗവാനുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും അത്ഭുതപ്പെടുത്തുന്ന ഓരോ രീതികളാണ് ഭഗവാന്റേത്. മാത്രമല്ല ഭഗവാന് ഏറ്റവും ഇഷ്ടം എളിമയാണ്. ഒരു രാജാവ് ആദ്യം വന്ന് തൻ്റെ മുമ്പിൽ എല്ലാ പരിവാരങ്ങളോടും കൂടി വന്ന് തൊഴാൻ നിൽക്കുന്നതിനേക്കാളും ഭഗവാന് ഇഷ്ടം ഏറ്റവും അറ്റത്ത് പോയി ക്യൂ നിന്ന് തൊഴുന്ന, പതുക്കെ ക്യൂവിൽ നിന്ന് പതുക്കെ എത്തണുള്ളൂ. രാജാവ് ആദ്യം തന്നെ വന്ന് തൊഴുതു. പക്ഷേ ഏറ്റവും അറ്റത്ത്, ക്യൂവിൻ്റെ ഏറ്റവും അറ്റത്ത്, അത് എത്ര അറ്റത്തോട്ട് അവിടെ നിന്ന് ബുദ്ധിമുട്ടി കാണാൻ വരുന്ന ഒരു പാവപ്പെട്ട ആളായിരിക്കും ചിലപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അദ്ദേഹം എളിമയോടുകൂടി ക്യൂവിൽ നിന്ന് ക്ഷമിച്ച്, ഭഗവാൻ എപ്പോഴാണ് എന്നെ കാണാൻ അനുവദിക്കുന്നത്, അപ്പോഴേ ഞാൻ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്ന ആളായിരിക്കും. അങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. പക്ഷേ ക്യൂവിൽ നിൽക്കാതെ തൊഴുന്നവർക്കൊന്നും അനുഗ്രഹമില്ല എന്നല്ല, അത്ര ഭക്തിയോടെ ചിലപ്പോൾ ചിലവർക്ക് യോഗ്യത ഉണ്ടായിരിക്കും ക്യൂവിൽ നേരിട്ട് നിന്ന് തൊഴാൻ. പക്ഷേ തൻ്റെ പ്രാമാണിത്വം കാണിക്കാനും അങ്ങനെയൊക്കെ തൊഴുകയാണെങ്കിൽ, ഞാനാണ് വലുത്, ഞാൻ രാജാവാണ്, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് തൊഴുന്നത് ഭഗവാന് ഇഷ്ടമല്ല. അതിനേക്കാളും ഇഷ്ടം ഏറ്റവും എളിമയോടുകൂടി നിൽക്കുന്ന ഒരു ഭക്തൻ ആ അറ്റത്ത് നിന്ന് പതുക്കെ ക്യൂവിൽ നിന്ന് വയ്യാതെ ആയാലും ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് കരുതി തൊഴുന്ന പാവങ്ങളായിരിക്കും ചിലപ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടം. പിന്നെ നമ്മൾ നെന്മണി നമ്പൂതിരി അതുപോലെ തന്നെ മോൻ്റെയൊക്കെ കഥ കേട്ടിട്ടുണ്ടല്ലോ. അതിൽ ഭഗവാൻ ചോറ് കൊടുത്തപ്പോൾ, ഉണ്ണി ചോറ് കൊടുത്തപ്പോൾ ഭഗവാൻ കഴിച്ചു. അതൊക്കെ കുട്ടികളോട് മാത്രം കാണിക്കുന്ന ചില മായകളാണ്. അതായത് കുട്ടികൾ കുറച്ചും കൂടി ഭഗവാനിലേക്ക് അടുത്തതാണ്. നമുക്കറിയാം വില്ലമംഗലം സ്വാമിയാർക്ക് പലപ്പോഴും ഗുരുവായൂരപ്പനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ കുട്ടികളോട് അതുപോലെ ചില സമയത്ത് ഭഗവാൻ ഓരോ മായകൾ കൂടുതലായിട്ട് കുട്ടികളിൽ കാണിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ചില കുട്ടികൾക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഭഗവാൻ കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പാല് കുടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഭഗവാന്റെ ഒരു പ്രത്യേക മായാവിലാസമാണ്. അത് കുട്ടികളിലുള്ള ഈശ്വര ചൈതന്യമാണ് പ്രധാനമായിട്ട് അത് എടുത്തു കാണിക്കുന്നത്. പിന്നെ ഭഗവാന്റെ മുമ്പിൽ പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. കാലാതീതനാണ് ഭഗവാൻ എന്നറിയാലോ. മാത്രമല്ല ഒരാൾക്ക് ഇപ്പോൾ കുട്ടിയോട് ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഒരു വയസ്സായ ആളെ ഇഷ്ടമില്ല എന്നില്ല. ചിലപ്പോൾ വയസ്സായ ആളെ കാണാനായിരിക്കും ഭഗവാൻ നേരിട്ട് അവരുടെ വീട്ടിലേക്കാവും ചെയ്യില്ല. കുട്ടികൾ ചിലപ്പോൾ അവിടെ ചെന്ന് മായ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഭഗവാൻ കാണിച്ചു കൊടുക്കും ഓരോ മായകൾ. ഇപ്പോൾ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ പാല് കുടിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മുമ്പിൽ പ്രത്യക്ഷമാവും. പക്ഷേ വയസ്സായ ഒരാൾ തീരെ വയ്യാണ്ട്, അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരാൾ കിടപ്പിൽ വയ്യാണ്ടായി ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ അവിടെ ഓടി ചെല്ലുക, അവിടെ ചെന്ന് കാണുക, അങ്ങനെയൊക്കെയുള്ള, അതായത് തീരെ അവശതയിൽ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ വിളിച്ച ആ വിളിപ്പുറത്ത് അവിടെ തൊട്ട് മുമ്പിൽ ആവുന്നു. നമുക്ക് ചിലപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ ഗുരുവായൂർക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ദർശനം തരിക. അങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ പലരുടെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്രയാണ് ഭഗവാനെ പറ്റി ഞാൻ പഠിച്ച പാഠങ്ങളെന്ന് പറയുന്നത്. അതായത് പാഠങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ചില പാഠങ്ങൾ. അതായത് ഭക്തിയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത്. പ്രായം ഇല്ല, ഭഗവാനൊരു പ്രായത്തിൻ്റെ വ്യത്യാസമില്ല. പിന്നെ കുട്ടികളോട് വളരെ അടുപ്പമുള്ളതാണ് ഭഗവാന് എളിമയാണ് ഏറ്റവും ഇഷ്ടം. ചില സമയത്ത് ഭഗവാന്റെ മായാരീതികളൊക്കെ നമുക്ക് ലോജിക്കലല്ലാതെ തോന്നും. ആ ലോജിക്കലല്ലാതെ തോന്നുന്നത് പക്ഷേ ഭക്തരല്ലാത്തവർക്കാണ്. ഭക്തരായവർക്ക് അത് സാധാരണയായിട്ട് ഭഗവാൻ കാണിക്കുന്ന മായകളാണെന്ന് തോന്നും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് നമുക്കുള്ളത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാന്. നമ്മളൊരു ധാന്യമണിയെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുവരെ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അതായത് ഭക്തൻ്റെ
പണമല്ല ഭഗവാൻ നോക്കുന്നത്. പിന്നെ ഭക്തൻ വിളിക്കുകയാണെങ്കിൽ ഭക്തൻ്റെ മുമ്പിൽ ഭഗവാൻ ഓടിച്ചെല്ലും. എവിടെയോ ഭക്തൻ വിളിക്കുന്നത് അവിടേക്ക് ഭഗവാൻ ഓടിച്ചെല്ലും. ഭക്തിയാണ് ഭഗവാന് ഏറ്റവും പ്രധാനം. ഭക്തരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.